ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നുള്ളത് ജേഴ്സി സിറ്റിയിലോ ആണ്, US-ൽ. അപ്പോൾ ഇവിടെ ഒരു Airbnb എടുത്തിട്ടാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം വീട് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ആയിരിക്കുന്നത്. ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്, Airbnb ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ലൈക്ക് എത്ര മനോഹരമായിട്ടുള്ള വീടാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഈ ഒരു വ്ളോഗ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് ഓർത്തു. ഇപ്പോൾ ഇവിടുന്ന് ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഒരു ഷേക്സ്പിയറിൻ്റെ ഒരു പ്ലോട്ടായിട്ടാണെന്ന് അവർ പറഞ്ഞത് എൻ്റെ അടുത്ത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിക്കാം. വീട് മൊത്തത്തിലുള്ളൊരു ഭയങ്കര ആൻറ്റീക്ക് ലുക്കുള്ള വീടാണ്. ഈവൻ സാധനങ്ങളും എല്ലാം പോലും അവിടെ ഉള്ളത് എല്ലാം ഫുൾ ആൻറ്റീക്കാണ്. അപ്പം വായോ കാണിച്ചു തരാം. അപ്പം ഇതാണ് വീടിൻ്റെ എൻട്രൻസ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ തന്നെ ലൈക്ക് ഡോറൊക്കെ ഇതൊക്കെ കണ്ടില്ലേ, ഭയങ്കര പഴയ രീതിയിലുള്ള ഇതാണ്. പിന്നെ കയറി വരുമ്പം ഇങ്ങനൊരു ഇതിനെന്താ പറയുക, ഒരു ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ കമ്പി കൊണ്ടുള്ള പണ്ടത്തെ എന്തോ സെറ്റപ്പാന്ന് തോന്നുന്നു. ഗേറ്റ് തുരുമ്പിച്ച് കിടക്കുക, ഡിസൈനൊക്കെ കണ്ടില്ലേ, പഴയ ഡിസൈന്. സോ ഈ വീട് 1800s ഉണ്ടാക്കിയെടുത്ത വീടാണ്. അപ്പം ഇതാണ് എൻട്രൻസ്. എനിക്ക് തോന്നുന്നത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആണെന്ന് തോന്നുന്നു. ഇത് ബുക്ക് ഷെൽഫുണ്ട്, പിന്നെ തുണിയൊക്കെ വെക്കാനുള്ള സാധനം, പിന്നെ ഇത് ലാമ്പും ഫോട്ടോസൊക്കെ ആയിട്ട്. എന്നിട്ട് ഇവിടെ ഓരോ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അവർ, പാത്രങ്ങളൊക്കെ. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് ഡൈനിങ് റൂം. ഭയങ്കര വലുതാണ് ഗൈസ്. ഇത് കണ്ടില്ലേ, ഞാനൊരിക്കലും ഇത്ര വലിയൊരു ഡൈനിങ് റൂം എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അത് നല്ല രീതിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അവരുടെ ക്യാൻഡിൽ സ്റ്റാൻഡും ഒക്കെ ആയിട്ട്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പണ്ടത്തെ കോട്ടോ ദിവാനയോ അങ്ങനെ കണ്ടു എന്ന് തോന്നുന്നു. ബ്ലോപ്പൊക്കെ ഉണ്ട്. പിന്നെ അത് ചെയറ്, പിന്നെ പഴയ കാലത്തിലുള്ള ഇതെന്താ ടേബിളോ അതൊക്കെ. പിന്നെ പഴയ കാലത്തിലുള്ള പാത്രങ്ങളോ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ് വീട് കാണാൻ. ഇതുകൊണ്ട് ഹാർപ്പൊക്കെ വെച്ചിട്ടുണ്ട്. പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഡൈനിങ് റൂം. ഈ ഒരു പാസേജിൽ നിങ്ങൾക്ക് കുറേ ഫോട്ടോസൊക്കെ വെച്ചേക്കുന്നത് കാണാൻ പറ്റും. ഇവരുടെ പണ്ട് കാലം തൊട്ടുള്ള ഫാമിലി ഫോട്ടോസൊക്കെയാണെന്ന് തോന്നുന്നു. ഇത് കാണുമ്പം തന്നെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ഇതാണ് അടുക്കളയുടെ എൻട്രൻസ്. ഇപ്പോഴത്തെ അടുക്കള എന്ന് പറയുമ്പം എന്താ പറയുക, മോഡേൺ കിച്ചൺ അല്ല, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം എങ്ങും നമ്മൾ അടുക്കള കാണാൻ സാധിക്കില്ല. പക്ഷെ പണ്ട് കാലത്തെ വീട്ടുകളിലൊക്കെ അടുക്കള തന്നെ സെപ്പറേറ്റ് ആയിട്ട്, അതും വലിയ നല്ല അത്യാവശ്യം വലിപ്പമുള്ള അടുക്കളകളാണ്.
ഈ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത് വേറൊന്നുമല്ല, കുക്ക് ടോപ്പാണ്. പണ്ടത്തെ കാലത്തിലുള്ള കോളൊക്കെ ഇട്ടിട്ട് നമ്മൾ അടുക്കള ചൂടാക്കാനും ഫുഡ് ചൂടാക്കാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതാണ് മേളിലേക്കുള്ള, ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞു, ഇനിയും മുകളിലത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഷൂട്ടിംഗ് നടക്കുന്ന കാര്യം, അത് ഇവിടെയാണ്. ഒരു മാൻഷൻ ലുക്കാണ്. ഞാനിപ്പോൾ ചോദിച്ചതേ ഉള്ളൂ ഓണറുടെ അടുത്ത് ഈ വീട് എത്ര വർഷം പഴക്കമുണ്ടെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ 1831 ബിൽഡ് ചെയ്ത വീടാണ്. അപ്പം കുറച്ച് ജനറേഷൻസ് ആയിട്ട് അവർ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങളിപ്പം കണ്ട പിയാനോ റൂമിൻ്റെ എൻട്രൻസ് ആണ്, ഇനിയൊരു എൻട്രൻസ് ആണിത്. ഇപ്പം ഇവിടെ ഇരുന്നിട്ടാണ് നേരത്തെ ആക്ടേഴ്സ് ഫോട്ടോ എടുത്തത്. രണ്ടോ ലാമ്പൊക്കെ, ഇതൊന്നും ഇവിടെ ത്രിഫ്റ്റ് സ്റ്റോറിൽ പോലും ഇപ്പം ഇങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. കർട്ടനൊക്കെ ആയാലും പഴയ മോഡലുള്ള കർട്ടനുകളാണ്. ശരിക്കും ഒരു മാൻഷനിലിരിക്കുന്ന പോലെയാണ് ഗൈസ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എനിക്ക്. നിങ്ങൾക്ക് ഇപ്പം വീട് കണ്ടിട്ട് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ഭയങ്കര വലിയ ഒരു മാൻഷൻ പോലത്തെ ഒരു വീടാണ്. അതേപോലെ ഓരോ സാധനങ്ങളോട് വെച്ചേക്കുന്നതും ഭയങ്കര ആൻറ്റീക്ക് ലെവലിലുള്ള സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. അപ്പം ഒരുപാട് നൈസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെയാണ് ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു വീട് കിട്ടിയതിൽ. പിന്നെ എൻ്റെ ഈ വ്ളോഗ് ക്യാമറ ഉള്ളതും ഭയങ്കര നല്ലൊരു അഡ്വാൻറ്റേജാണ്. കാരണം ഇങ്ങനത്തെ ഇത്ര നല്ലതായിട്ടുള്ളൊരു വീഡിയോ എനിക്ക് ക്യാപ്ചർ ചെയ്ത് മെമ്മറി ആയിട്ട് എൻ്റെ യൂട്യൂബിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പം അത് വളരെ നല്ലൊരു എന്താ പറയുക ഫീൽ ഗുഡ് കാര്യമാണ്. അപ്പോൾ ഇന്നലെ നൈറ്റാണ് ഞാനിവിടെ കയറി വന്നത്. അപ്പോൾ കയറി വന്നപ്പോൾ തന്നെ ഭയങ്കര നല്ല വീടാണെന്ന് ഞാൻ ഓണറുടെ അടുത്ത് പറയുകയുണ്ടായി.
അതായത് ഈ ഹൊറർ ഫിലിമിലും മറ്റേ പണ്ടത്തെ ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ നമ്മൾ കാണത്തില്ലേ, അപ്പോൾ അതേ ഒരു രീതിയിലുള്ള ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഇവിടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അവർ വന്നതും പടം ഷൂട്ട് ചെയ്തതുമൊക്കെ. അപ്പോൾ നെക്സ്റ്റ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ റൂമൊക്കെ കാണിച്ചു തരാം മുകളിൽ. അപ്പോൾ എനിക്കൊന്ന് മൊത്തത്തിൽ ഇത് 3 ഫ്ലോർസ് ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഏറ്റവും മുകളിലുള്ള റൂമാണ് എനിക്ക് തന്നേക്കുന്നത്. അപ്പം ഞാൻ അവിടെ കൊണ്ടുപോകാം. അതിന് മുന്നേ വേറെ എന്തൊക്കെയുണ്ടോ ലൈക്ക് ഓൺ ദ വേ ഞാൻ ഉള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു റൂം കാണുന്നുണ്ട്. റൂമല്ല, ഒരു എന്താണെന്ന് എനിക്കറിയത്തില്ല, ജസ്റ്റ് പോയി നോക്കാം. ഡോറൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റൂമാണോന്ന് അറിയത്തില്ല എന്നുള്ളത്. എനിക്കൊന്ന് ജസ്റ്റ് വെറുതെ ഇരിക്കാൻ, ഗസ്റ്റൊക്കെ വരുമ്പം ഇരുന്ന് കാര്യം പറയാനൊക്കെ ഉള്ള റൂമായിരിക്കും. അതും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. മുകളിൽ ഷാൻഡലിയറൊക്കെ ഉണ്ട്. പിന്നെ ഇതിങ്ങനെ ഒരു സെറ്റപ്പാണ്. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഗൈസ്. ഒരു പഴയ സിസ്റ്റമിലാണ് എല്ലാം ഉള്ളത് ഇവിടെ. കുറേ ബോട്ടിലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ പഴയ ഏതോ സമാനാലെ ആർട്ട് വർക്ക്. പിന്നെ മുകളിൽ ഒരു ഏഞ്ചലുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ നിങ്ങളുടെ റൂം കാണിക്കാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ആ റൂമിൽ സെറ്റപ്പില്ല, പക്ഷേ മൊത്തത്തിലുള്ള വീടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ അങ്ങനെ അധികം ടൈം ഞാനിവിടെ റൂമിൽ ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും പുറത്തൊക്കെ കറങ്ങാൻ ഇറങ്ങും. അപ്പം നൈറ്റ് ആകുമ്പോൾ മാത്രമേ തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ ഈ റൂമിൻ്റെ ഈ വീടിൻ്റെ ഒരു ടൂർ എടുക്കാനാണ് ഞാൻ ഇത്ര നേരം ഇവിടെ ഇരുന്നത്. അല്ലെങ്കിൽ ഞാൻ രാവിലെ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഒരു ഒരു ഡെക്കർ ഏഞ്ചലിൻ്റെ കുട്ടി ഏഞ്ചൽ. അപ്പോൾ ഇതാണ് ബാത്റൂം. ബാത്റൂം കണ്ടു കഴിഞ്ഞാൽ ഒരു റൂം പോലെ തന്നെ ഉണ്ട്. ബാത്റൂമാണെന്ന് തോന്നിക്കത്തില്ല. ഇതുണ്ടോ, പഴയ എന്തോ ഹീറ്റിങ്ങിൻ്റെ എന്തോ സംഭവമാണ്. പിന്നെ ഞാൻ ഒരുപാട് സർപ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇതേ ഇവിടെയുള്ള സോപ്പ് വെട്ടി. ഇത് കണ്ടോ, സോപ്പ് വെട്ടി വരാൻ പണ്ടത്തെ കാലത്തിലുള്ളതാണ്. ഇതിനൊക്കെ നല്ല അത്യാവശ്യം ഭയങ്കര കനമുള്ള സാധനമാണിത്. ടബൊക്കെ പിടിച്ച് പൊക്കുന്ന പോലെ ഉണ്ട്, അത്രയ്ക്ക് വെയിറ്റാണ് ഇതിന്. അതിന് പഴയൊരു സോപ്പും പിന്നെ ഇതേ ഇങ്ങനത്തെ തുരുമ്പൊക്കെ നിങ്ങൾക്ക് കാണാം. ഭയങ്കര പഴയ കാലത്തിലുള്ള ഇതാണ്. അതേപോലെ സിങ്കായാലും നല്ല ഹെവി ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഒന്നും നമുക്ക് ഒരു വീടുകളിൽ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള സിങ്കൊന്നും കാണാൻ കഴിയത്തില്ല. പിന്നെ അതേപോലെ ഇനിയൊരു കാര്യം എനിക്ക് ഏറ്റവും സർപ്രൈസിങ് ആയിട്ട് തോന്നിയത് ടോയ്ലറ്റ് പേപ്പറുടെ ഈ സാധനം വരെ ഇത് കണ്ടില്ലേ, എത്ര പഴയതാണെന്ന് നോക്കിക്കുക ഗൈസ്. നല്ല ഡിസൈനിൽ. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു വടി പോലെയുള്ള സാധനം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇത്രയും ഡിസൈനിലൊന്നും ഇപ്പം ആരും വെക്കാറില്ല. ഇതെന്തോ ഒരു മെഡീവൽ ഏജിലുള്ള സാധനം പോലെ ഉണ്ട് കണ്ടിട്ട്, ടോയ്ലറ്റ് പേപ്പർ വെക്കാനുള്ള സാധനം. പിന്നെ ബാത്റൂമിൻ്റെ ഡോറായാലും നല്ല ഹൈറ്റുള്ള ഡോറാണ്, അതേപോലെ നല്ല കനമുള്ള ഡോറാണ്. എൻ്റെ ഒരു ഹൈറ്റ് ഇത്രയും വരുള്ളൂ. ഞാൻ കാനഡയിൽ വന്നതിന് പിന്നെ, ഇതിപ്പോൾ നോർത്ത് അമേരിക്കയാണ്, കാനഡ അല്ല, ബട്ട് സ്റ്റിൽ മോഡേൺ അമേരിക്കൻ വീട്ടിൽ പോയാലും ഇത്രയും ഹൈറ്റുള്ള ഡോറൊന്നും ഇപ്പം എങ്ങും, അത് ബാത്റൂമിന് ഇത്ര ഹൈറ്റുള്ള ഡോറൊന്നും കാണാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. മൊത്തത്തിലൊരു വ്യൂ ആണെങ്കിൽ ഒരു കമ്പോർഡ് വെച്ച പോലെ ഉണ്ട്. ഒരു ലിവിങ് റൂമല്ല, ഒരു സാധാ റൂമിൽ ഒരു കമ്പോർഡ് വെച്ച ഫീലിംഗ് ആണ് ഇതിന്, ഈ ബാത്റൂമിനുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബാത്റൂമാണ്.
അപ്പോൾ അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുതിര, പഴയ ക്ലോക്ക്, പിന്നെ കുറേ ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മേളിലോട്ട് പോവുകയാണെങ്കിൽ അവിടെയാണ് എൻ്റെ റൂമുള്ളത്. ഇത് നാച്ചുറൽ ലൈറ്റാണ് ഗൈസ്. ഇത്രയും ബ്രൈറ്റായിട്ട് തോന്നിക്കുന്നതിൻ്റെ കാരണം ഇവിടെ കൂടെ വരുന്ന ഈ മോളിൽ കൂടെ വരുന്ന നാച്ചുറൽ ലൈറ്റാണ്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ബട്ട് മെയിനായിട്ട് ഇത്രയും ലൈറ്റ് ബ്രൈറ്റായിട്ടുള്ളത് മേളിൽ നിന്ന് വരുന്ന സീലിംഗ് ലൈറ്റ് കാരണമാണ്. ഇത് നൈറ്റ് വന്നാൽ ഇങ്ങനെ ഒന്നുമില്ല, ഫുള്ളി ഡിഫറെൻറ്റ് ഒരു വൈബാണ്. ഭയങ്കര ഡാർക്കായിട്ടും ഡിം ലൈറ്റാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. എല്ലാം നമുക്ക് നമ്മുടെ മോഡേൺ വീട്ടിലുള്ള മറ്റേ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റല്ല. അപ്പം ഇതാണ് എൻ്റെ റൂം. ഈ റൂം കണ്ടാൽ തന്നെ എന്തോ പഴയ പടത്തിലൊക്കെ ഈ പിള്ളേരുടെ റൂമില്ലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ള റൂമായത്. ഇവിടെ ആയാലും ഇങ്ങനത്തെ എന്തൊക്കെയോ ഡെക്കറേഷൻ ഐറ്റംസ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന. പെയിൻറ്റിങ്സൊക്കെ വെച്ചിട്ട് വാളായാലും വാൾ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. കർട്ടനായാലും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മുഖത്തോട്ട് വെളിച്ചം അടിച്ചിട്ട് നമുക്ക് ഉണരും നമ്മൾ. അതായത് ബെഡിൻ്റെ ഡിസൈനൊക്കെ, ഈ തലാണിയുടെ ഡിസൈനൊക്കെ കണ്ടാലും പഴയ തലാണി പോലെ ഉണ്ട്, പക്ഷേ ക്ലീനാണ്. അതേപോലെ ബെഡ്ഷീറ്റും പഴയ ബെഡ്ഷീറ്റ് പോലെ തോന്നിക്കുന്നുണ്ടെങ്കിലും നല്ല ക്ലീനാണ് എല്ലാം. ഇവിടെ ഒരു ചെയറുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന റൂം. പിന്നെ ഇനിയൊരു കാര്യം, ഈ ഒരു സാധനം, ഇത് ബുക്കിൻ്റെ അപ്പുറം ഇപ്പുറം വെക്കുന്നതായിട്ടൊരു സാധനമാണ്. ഇത് കണ്ടോ, ഭയങ്കര ഹെവിയാണ്. ഇതിങ്ങനെ കാണുന്ന പോലെയല്ല, നല്ല കനമുള്ള മെറ്റലാണ്, ഭയങ്കര ഹെവിയാണ്, നല്ല വെയിറ്റ് ഉണ്ട്. അത് നല്ല ഡിസൈനുള്ള എന്താ മെറ്റലിൻ്റെ, കണ്ടാൽ തന്നെ അറിയാം ആൻറ്റിക് പീസാണ്. അതേപോലെ ഇവിടെ ആയാലും അങ്ങനെ കുറേ പഴയ കാലത്തിലുള്ള ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ജ്വല്ലറി ബോക്സ് ആണെന്ന് തോന്നുന്നു. അവരുടെ കണ്ടു ചെറിയ ഏഞ്ചലൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതിവിടെയുള്ള വേറൊരു റൂമാണ്. അപ്പോൾ ഇതും അതേപോലത്തെ ഒരു നല്ല നൈസായിട്ടുള്ള ഡിസൈനൊക്കെ ആയിട്ടുള്ള ഒരു, അത്യാവശ്യം എൻ്റെ റൂമിനാട്ടിലും കുറച്ചുകൂടി വലിയ ടൈപ്പ് റൂമാണ്. ഇതൊരു എയർബിഎൻബിക്ക് കൊടുത്തേക്കുമായിരുന്നു. അവർ വെക്കേറ്റ് ചെയ്ത് പോയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ വീഡിയോ എടുത്തതാണിത്. അപ്പോൾ നിങ്ങൾ ജേഴ്സി സിറ്റിയോ അല്ലെങ്കിൽ ന്യൂയോർക്കൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീട്ടിൽ താമസിക്കാൻ ട്രൈ ചെയ്യുക. അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.